ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തക് ലൈഫ് സിനിമ റിവ്യൂ കാണാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് ആദ്യം തന്നെ പറയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അത് വേറൊരു ലെവലാണ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നതന്നെയാണ് സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് എടുത്തു പറയേണ്ടതന്നെയാണ്. സിനിമയിലേക്ക് വരാം. സിനിമ സംവിധാനം ചെയ്യുന്നത് മണിരത്നം, കഥ മണിരത്നം, പിന്നെ നമ്മുടെ ഉലകനായകൻ കമൽ ഹാസൻ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ AR റഹ്മാൻ. ഈ ഒരു ടീം വരുമ്പോൾ തന്നെ അതൊരു വേറൊരു വൈബായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ സിനിമ ആദ്യം തന്നെ കാണണം എന്ന് പ്രേക്ഷകർ വിചാരിക്കും. കാരണം കമൽഹാസൻ, മണിരത്നം, AR റഹ്മാൻ, ഈ ഒരു മൂന്നൊരു ലെജൻഡുകൾ ചേരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ നമുക്ക് ആ സിനിമയിൽ നിന്നും എനിക്ക് കിട്ടി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം. രംഗനാഥ് ശക്തിവേൽ എന്ന് പറയുന്ന ഗ്യാങ്സ്റ്റർ റോളിലാണ് നമ്മുടെ കമൽഹാസൻ എത്തുന്നത്. പിന്നെ നമ്മുടെ ചിമ്പുവിൻ്റെ കാര്യം എടുത്തു പറയണം. ചിമ്പുവിനകത്ത് നെഗറ്റീവ് ഷെയ്ഡിലാണ് വരുന്നത്. ഒരു രക്ഷയില്ല. അമരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. എനിക്ക് ചിമ്പുവിൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പുള്ളിയുടെ ആ ഒരു മാനറിസോ, ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒരു വേറൊരു വൈബാണ്. കമൽഹാസൻ 2-3 ഗെറ്റപ്പിൽ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. സിനിമയുടെ കഥയിലേക്കും കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് രവി കെ ചന്ദ്രൻ. എന്നാ സിനിമോട്ടോഗ്രാഫി! ഇതിനകത്ത് കുറച്ച് സീനൊക്കെ ഉണ്ട്. ആ പാട്ട് സീനൊക്കെ ആണെങ്കിലും AR റഹ്മാൻ്റെ മ്യൂസിക് സ്കോറൊക്കെ നല്ല മികച്ച ഒരു ഇത് തന്നെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജോജു ആണ്. ഈ ഒരു തക് ലൈഫ് സിനിമ വരുന്ന സമയത്ത് ജോജുവിനെ കുറിച്ചിട്ട് കമൽഹാസൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. ജോജുവിനെ ഇനി തമിഴന്മാർ അങ്ങ് ഏറ്റെടുക്കുകയാണ്, മലയാളത്തിലേക്ക് തരുന്നില്ല എന്ന് പറഞ്ഞത്. ജോജുവൊക്കെ എന്നാണ് കാണിച്ചു നോക്കുന്നത്. ജോജുവൊക്കെ സ്ക്രീനിലേക്കൊക്കെ അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോഴല്ലോ അതിങ്ങനെ സ്ക്രീൻ നിറഞ്ഞങ്ങ് നിൽക്കുക. കിട്ടില്ല പെർഫോമൻസ്, ഒരു രക്ഷയില്ല. പെർഫോമൻസ് ബേസ് എല്ലാവരും ഒന്നിനൊന്നിന് ബെറ്ററാണ്. പിന്നെ നമ്മൾ കമൽഹാസൻ മണിരത്നം ആ ഒരു കോംബോ ഉണ്ടല്ലോ, അത് കാണാൻ നമ്മൾ എനിക്ക് തോന്നുന്നൊരു 10-15-20 വർഷത്തിന് മേളായും തോന്നുന്നു മണിരത്നവും കമൽ ഒന്നിച്ചുള്ളൊരു സിനിമ വന്നിട്ട്. പക്ഷെ ആ ഒരു പ്രതീക്ഷ പേഴ്സണലി എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. കാരണം എനിക്ക് അതിനകത്ത് ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഫൈറ്റ്, മോനെ, പുള്ളിയുടെ പ്രായമൊന്നും ഇവിടെ ഒന്നും ഒരു വിഷയമല്ലെന്നുള്ള. കാരണം കമൽഹാസന് പകരം വെക്കാൻ വേറൊരാളില്ല, അത് കമൽഹാസൻ തന്നെയാണ്. അത് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറൊരു വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ചിമ്പുവും പുള്ളിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ. എന്താണെങ്കിലും വീണ്ടും നമ്മുടെ ഉലകനായകൻ തിരിച്ചു വരും. കാരണം ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് തക് ലൈഫ് എന്ന സിനിമ. പുള്ളിയുടെ തന്നെയാണ്. ഇതിനകത്ത് മണിരത്നവും കമൽഹാസനുമാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മണിരത്നവും കമൽഹാസനും എല്ലാം ചേർന്നാണ് 300 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ആ 300 കോടി മുടക്കിയതിൻ്റെ ഒരു വെർത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ ഓഡിയൻസിനും ഓരോ ഇതായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റി സിനിമ. ഞാൻ അതിൻ്റെ കഥയിലേക്ക് ഞാൻ വരുന്നത്, കാരണം സിനിമ കാണണമെന്നുള്ളവർക്ക് അത് കാണാം. പക്ഷെ ഇത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയാനില്ല. അത് തിയേറ്റർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ സിനിമ. ഇനി മണിരത്നം കമൽഹാസൻ്റെ ഒരു സിനിമ ഇനി കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല്ലോ എന്നുള്ള കുറിച്ചിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ലാസ്റ്റ് സിനിമ ആയിരിക്കാം ഇതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്താണെങ്കിലും വെറുത്താണ് കേട്ടോ സിനിമ. അത് പൊളിച്ചടുക്കി അറുമാതിച്ച് അഴിഞ്ഞാടി എന്നൊക്കെ പറയുന്ന കണക്ക് ചിമ്പുവും അതുപോലെ കമൽഹാസനും നമ്മുടെ ജോജുവും നാസറും അതുപോലെ തന്നെ തൃഷയുടെ ഒരു പെർഫോമൻസ്, എല്ലാവരും ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ വളരെ കൃത്യം. പിന്നെ മണിരത്നമാണല്ലോ, അതുകൊണ്ട് പുള്ളിയുടെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കാൻ അറിയാത്തവരെ കൊണ്ട് വരെ പുള്ളി എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം എടുക്കുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം, ലെജൻഡാണ് പുള്ളി. എന്താണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഓരോ ക്യാരക്ടറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരാണോ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. എന്തായാലും 2 പ്രാവശ്യം ഈ സിനിമ കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൽഹാസൻ അല്ലെങ്കിൽ നമ്മുടെ മണിരത്നത്തിൻ്റെ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് 2 തവണ ഈ സിനിമ കാണാം. അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും AR റഹ്മാൻ്റെ ആ BGM എനിക്ക് എടുത്തു വരേണ്ട ആ സിനിമോട്ടോഗ്രാഫിയൊക്കെ
ഗംഭീരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അവർ പിന്നെ ആ ഒരു ടീമിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. തക് ലൈഫ്, കമൽ ഹാസൻ, ചിമ്പു, ജോജു, തൃഷ, പൊളി. അപ്പം അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം.